നമ്മളിങ്ങനെ റിപ്പോർട്ടർമാരോടൊക്കെ സംസാരിക്കുമ്പോൾ തിരുവനന്തപുരത്തെ റിപ്പോർട്ടർമാരൊക്കെ ലൈവിൽ വരുമ്പോൾ ചോദിക്കാറുണ്ട് എന്താണ് പ്രതീക്ഷ മുന്നണികളുടെ. അപ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് മുഖ്യമന്ത്രി വലിയ ആത്മവിശ്വാസത്തിലാണ്, ഒരു മൂന്നാം പിണറായി സർക്കാരിലേക്ക് പോകുമെന്നുള്ള ആത്മവിശ്വാസം, LDF ഉന്നത വിജയം നേടുമെന്നുള്ള ആത്മവിശ്വാസം അദ്ദേഹം നിരന്തരം പങ്കുവെക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി എന്താണ് പറയുന്നത്? അദ്ദേഹത്തിൻ്റെ ഈ ആത്മവിശ്വാസത്തിൻ്റെ ഒരു അടിസ്ഥാനം എന്താണ്? അത് ഭരണം തന്നെയാണോ? അല്ല, മുഖ്യമന്ത്രിക്ക് എന്നല്ലല്ലോ, LDFന് ആകെ ആത്മവിശ്വാസമാണ്. മുഖ്യമന്ത്രി LDFന്റെ ഭാഗമാണ്. അതെ, പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്ത് ഞങ്ങൾ വിജയം നേടാനാകുമെന്ന് കരുതിയിട്ടുണ്ട്. അതാണ് ഞങ്ങൾ എല്ലാവരുടെയും ആത്മവിശ്വാസം. അതായത് LDF മുഴുവൻ ആത്മവിശ്വാസം പങ്കുവയ്ക്കുന്നുണ്ടല്ലേ? അപ്പോൾ പ്രധാനമായി പറയുകയാണെങ്കിൽ നമുക്കറിയാം കോഴിക്കോട്, അതെ, താഴെത്തട്ടിൽ നിന്നും ലഭ്യമായ കണക്കുകൾ, നമുക്കറിയാലോ, താഴെത്തട്ടിൽ നിന്നും കഠിനാധ്വാനം ചെയ്ത് പ്രവർത്തിച്ച സഖാക്കൾ തെരഞ്ഞെടുപ്പിന് ശേഷം നൽകുന്ന കണക്കുണ്ട്. അതാണ് ഏറ്റവും വലിയ എക്സിറ്റ് പോൾ. ആ എക്സിറ്റ് പോളാണ് ഞങ്ങൾ, ആ കണക്ക് വെച്ചാണ് ഞങ്ങൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്തത്, LDF ഒക്കെ ചർച്ച ചെയ്തത്. അതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. അത് മുഖ്യമന്ത്രിക്ക് മാത്രമല്ല, കേരളത്തിലെ എല്ലാ LDF നേതാക്കന്മാർക്കും LDF പ്രവർത്തിക്കുന്നവർക്കും ആത്മവിശ്വാസമുണ്ട്. അപ്പോൾ LDFന്റെ വിജയത്തിൽ എപ്പോഴും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്ന ജില്ലയാണ് കോഴിക്കോട് ജില്ലയും നിരവധി മണ്ഡലങ്ങൾ. പക്ഷേ ഇത്തവണ കോഴിക്കോട് LDFന് തിരിച്ചടി ഉണ്ടാക്കുമെന്നുള്ള സർവേ ഫലങ്ങളേക്ക് എങ്ങനെ കാണുന്നു? നാദാപുരവും കുറ്റ്യാടിയും കൊയിലാണ്ടിയും ഒക്കെ ഇപ്പോഴും വലിയ വിജയപ്രതീക്ഷ തന്നെ വച്ച് പുലർത്തുന്നുണ്ടോ LDF? കോഴിക്കോട് LDF മികച്ച വിജയം നേടും. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് സമയമല്ലേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. മികച്ച വിജയം നേടും. അപ്പോൾ നമ്മുടെ പ്രതിപക്ഷ നേതാവ് അതിൽ പറയുന്നുണ്ടായിരുന്നു, 1 ഡസനോളം മന്ത്രിമാരങ്ങ് തോൽക്കാനുള്ള സാധ്യതയാണ് ഉള്ളത് എന്നുള്ളത്. കാരണം തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ മന്ത്രിമാരുടെ വിജയപ്രതീക്ഷയുമായി ബന്ധപ്പെട്ട് എന്താണ് താങ്കളുടെ പ്രതീക്ഷ? അല്ല, പ്രതിപക്ഷ നേതാവിന് അങ്ങനെയല്ലേ പറയാൻ പറ്റൂ. അല്ലാതെ എല്ലാ മന്ത്രിമാരും ജയിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആകെ മോശമാവില്ലേ? അപ്പോൾ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിൻ്റെ റോള് നിർവഹിക്കുന്നു. മന്ത്രിമാരും MLA മാരും പൊതുവെ സ്ഥാനാർത്ഥികളും നന്നായി വിജയിച്ച് വരും. മന്ത്രിമാരൊക്കെ തന്നെ മണ്ഡലങ്ങളിലും നന്നായി ശ്രദ്ധിച്ചിട്ടുണ്ട്. മന്ത്രിമാർ എന്നുള്ള നിലയിൽ ആരും മോശമായ ഒരു പ്രവർത്തനം നടത്തിയവരല്ല, എല്ലാവരും മികച്ച നിലയിൽ പ്രവർത്തിച്ചതാണ്. അതിൻ്റെ കൂടി ഒരു അംഗീകാരം മണ്ഡലത്തിൽ ലഭിക്കും. എല്ലാവരും നല്ല നിലയിൽ വിജയിച്ചു വരും. അപ്പോൾ പ്രതിപക്ഷ നേതാവ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത്തവണ UDFനെ അധികാരത്തിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ വനവാസത്തിന് പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ UDF നേതാക്കളുടെ ആത്മവിശ്വാസം കാണുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കയുണ്ടോ? ഇല്ല, രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ കേവലം തെരഞ്ഞെടുപ്പ് മാത്രമല്ലല്ലോ, ദൈനംദിന ഇടപെടലാണല്ലോ രാഷ്ട്രീയ പ്രവർത്തനം. രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗം മാത്രമാണല്ലോ ഒരു തെരഞ്ഞെടുപ്പ്. ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കുക തോക്കുക എന്നുള്ളത് കൊണ്ട് അവസാനിപ്പിക്കേണ്ടതല്ലല്ലോ രാഷ്ട്രീയ പ്രവർത്തനം. തെരഞ്ഞെടുപ്പിൽ ജയിക്കലും തോക്കലും അതിന്റെ ഭാഗമായി വനവാസം എന്നൊക്കെ പറയുന്നത് ഒരു അരാഷ്ട്രീയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. രാഷ്ട്രീയ പ്രവർത്തനത്തെ നമ്മൾ അങ്ങനെയല്ലല്ലോ കാണേണ്ടത്. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അത് ജനങ്ങൾ രാഷ്ട്രീയ പ്രവർത്തകരിൽ അർപ്പിക്കുന്ന ഒരു വിശ്വാസമാണ്. അത് കേവലം തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണുന്ന വരെ അർപ്പിക്കുന്ന വിശ്വാസമല്ലല്ലോ, അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണല്ലോ. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ദൈനംദിന ജീവിതത്തിൽ ജനങ്ങളുടെ പ്രയാസങ്ങളെ മനസ്സിലാക്കി സഹായിക്കാൻ എന്തൊക്കെ ഇടപെടലാണ് നടത്താൻ പറ്റുന്നത്, അത് തുടർന്നുകൊണ്ടേയിരിക്കണം. തീർച്ചയായിട്ടും. നേരത്തെ നമ്മൾ മുഖ്യമന്ത്രിയുടെ ആത്മവിശ്വാസവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു. അതിനപ്പുറത്തേക്ക് ഇത്തവണ ഒരു മികച്ച വിജയം നേടുകയാണെങ്കിൽ അതിൽ പിണറായി വിജയൻ എന്നുള്ള നേതാവിന്റെ പങ്ക് എത്രത്തോളമായിരിക്കുമെന്നാണ് താങ്കൾ കരുതുന്നത്? അല്ല, പൊതുവെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മികച്ച വിജയം നേടാൻ വേണ്ടി സാധിക്കും. അതിൽ ആർക്കും സംശയമില്ലല്ലോ, ഒരു തർക്കമില്ലാതെ പറയാൻ വേണ്ടി പറ്റും. അതിലെല്ലാവരും അവരുടേതായ റോള് വഹിച്ചിട്ടുണ്ട്.